കൊച്ചിയിലെ കുറുവാ സംഘത്തെ പിടികൂടാൻ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചുവെന്ന വാർത്ത വരുന്നു. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 അംഗ സംഘത്തെയാണ് നിയോഗിച്ചത്. കോട്ടയത്തും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നും അരുൺ രാജ് കോട്ടയത്തു നിന്നും ചേരുന്നു. ആദ്യം എസ് ശ്യാംകുമാറിലേക്കാണ്. ശ്യാം, ഈ പറവൂരിലും സമാനമായ മോഷണം നടന്നു. വലിയ ഭീതിയിലാണ് പറവൂരിൽ ഉള്ളവരെല്ലാവരും തന്നെ. ഇപ്പം ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്നുള്ള വാർത്ത ഒരല്പം ആശ്വാസം തരുന്നുണ്ടല്ലേ? തീർച്ചയായും സ്മിത, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചു എന്നുള്ളത് മാത്രമല്ല, അവിടെ റൂറൽ എസ് നേരിട്ടെത്തി നാട്ടുകാർക്ക് ഉറപ്പ് നൽകുകയാണ്. പേടിക്കേണ്ട സാഹചര്യമില്ല, പോലീസ് പരിശോധനകൾ കർശനമാണ് എന്നുള്ള ഒരു ഉറപ്പ് എസ് തന്നെ നേരിട്ടെത്തി നൽകുകയാണ്. അതിനുവേണ്ടി മാത്രം അദ്ദേഹം ഇന്ന് രാത്രി 9 മണിയോടുകൂടി ആ പ്രദേശത്തെത്തുകയും ഈ മോഷ്ടാക്കൾ എത്തിയ വീടുകളിൽ എത്തി ഓരോരുത്തരെ കണ്ടും ഈ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു 10 അംഗ സംഘത്തെയാണ് നിയമിച്ചിരിക്കുന്നത്. രാത്രികാലങ്ങളിലും പുലർസമയങ്ങളിലും പുലർച്ചെയും പോലീസിന്റെ പ്രത്യേക പട്രോളിംഗ് നടത്താനാണ് തീരുമാനം. ഇതിനു പുറമെ എസ് പിയുടെ പ്രത്യേക സംഘം, എസ് പിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ നിരീക്ഷണവും പ്രദേശത്ത് ഏർപ്പെടുത്തും. കുറുവാ സംഘമെന്ന് സംശയിക്കുമ്പോഴും പോലീസ് മറ്റൊരു വശം കൂടി അന്വേഷിക്കുന്നുണ്ട്. പ്രദേശത്തുള്ള പ്രാദേശിക കള്ളന്മാർ കുറുവാ സംഘത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തി മോഷണം നടത്താനുള്ള ഒരു ശ്രമമാണോ നടത്തുന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും പ്രത്യേക സംഘം ഇന്നു മുതൽ തന്നെ അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ് റൂറൽ പോലീസ് മേധാവി അറിയിക്കുന്നത്. ശരിയാണ് ശ്യാംകുമാർ, ഈ കുറുവാ സംഘമാണ് എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോഴും സംശയം മാത്രമാണുള്ളത്. ശ്യാം ഇപ്പോൾ പറഞ്ഞതുപോലെ പോലീസിൻ്റെ ആ ഒരു സംശയം ശരിയാണ്. ഈ ഒരു പേര് പറഞ്ഞ് കുറുവാ സംഘമാണ് എന്നുള്ള പേരിൽ അത്യാവശ്യം മോഷണമൊക്കെ നടത്തിയേക്കാമെന്ന് പലരും ചിന്തിച്ചേക്കാം, പല മോഷ്ടാക്കളും ചിന്തിച്ചേക്കാം. കൃത്യമായ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്നുള്ള ആശ്വാസകരമായ വാർത്ത ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് പോലീസ് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയത്തു നിന്ന് അരുൺ രാജ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ രാജ്, ഈ കോട്ടയം ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്, നമുക്കറിയാലോ. ഈ ആലപ്പുഴയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പല പ്രദേശങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടി കലർന്ന് കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഏത് രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ്? ഈ അന്വേഷണ സംഘം അവിടെ കൂടി ചേർന്നാണോ ഈ അന്വേഷണങ്ങൾ നടത്തുന്നത്? സ്മിത, കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴയുടെ അതിർത്തി പങ്കിടുന്ന കോട്ടയം ഭാഗങ്ങളിലൊക്കെയാണ് ഈ മോഷണം നടന്നത്. അതുകൊണ്ട് തന്നെയാണ് കോട്ടയം ജില്ലയിൽ അതീവ ജാഗ്രത വേണമെന്ന നിർദ്ദേശം ഇപ്പോൾ കോട്ടയം എസ് പി തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കോട്ടയം എസ് പിയുടെ നിർദ്ദേശത്തിൽ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോട്ടയത്തെ എല്ലാ SHOമാരും രാത്രികാല പട്രോളിംഗ് സജീവമാക്കണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആലപ്പുഴ ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന തൃക്കൊടിത്താനം, ചിങ്ങവനം, വൈക്കം കുമരകം എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ രാത്രികാല പട്രോളിംഗിനൊപ്പം തന്നെ ഈ പട്രോളിംഗ് സംഘത്തെ സഹായിക്കാൻ പ്രത്യേക ടീം ഉണ്ടായിരിക്കണം. ഇവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ SHOയും ഉന്നത ഉദ്യോഗസ്ഥരും തുടർച്ചയായ മണിക്കൂറുകളിൽ നൽകണം. ഈ സ്ഥലങ്ങളിൽ അതീവ ജാഗ്രത തന്നെ പുലർത്തണം എന്നുള്ളതാണ് കോട്ടയം SP നൽകിയിരിക്കുന്ന നിർദ്ദേശം. കാരണം ഈ കുറുവാ സംഘങ്ങളുടെ പേരിൽ നടത്തുന്ന മോഷണം അത് ഒരു തരത്തിലും അവഗണിക്കാൻ കഴിയില്ല. കുറുവാ സംഘങ്ങളാണ് ഈ മോഷണങ്ങൾക്ക് പിന്നിലെങ്കിൽ അത് കൂടുതൽ അക്രമാസക്തമാവുന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ പോകും. കാരണം വീട്ടുകാരെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത്. അത്തരം സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കാനുള്ള കർശനമായ നിയന്ത്രണം വേണം എന്നുള്ളതാണ് പോലീസിന് SP നൽകിയ നിർദ്ദേശം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബസ് സ്റ്റാൻഡുകൾ, ഒഴിഞ്ഞ പ്രദേശങ്ങൾ, ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് പോലീസിന്റെ പട്രോളിംഗ് ടീമുകൾ തുടർച്ചയായ മണിക്കൂറുകളിൽ ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന ആവശ്യം കൂടി കോട്ടയം SP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും കോട്ടയം ജില്ലയുടെ ഭാഗത്തുകൂടി കൂടുതൽ പരിശോധന ശക്തമാക്കുന്നു, പട്രോളിംഗ് ശക്തമാക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ നിലവിലുണ്ട് എന്ന് സംശയിക്കുന്ന കുറുവാ സംഘങ്ങൾ അല്ലെങ്കിൽ ഈ മോഷണ സംഘങ്ങൾ കോട്ടയത്തെ കടക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ കോട്ടയം പോലീസ് കൂടി മുന്നോട്ട് വെക്കുകയാണ്. ശരി, അരുൺ രാജാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാറും. ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. നാട്ടുകാരെല്ലാവരും വളരെ ജാഗരൂകരായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പലരും ഉണർന്ന് ഇരിക്കുന്നുണ്ട്. യുവാക്കൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘങ്ങളൊക്കെ തന്നെ ആലപ്പുഴയിലും പരിസരത്തും ഉണർന്നു തന്നെ ഇരിക്കുന്നുണ്ട്. അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. പക്ഷേ അന്വേഷണ സംഘം കൃത്യമായി തന്നെ രാത്രിയും ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്.